ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി പാക്കാണ് ഇടാൻ പോകുന്നത്. ആയുർവേദ പാക്കാണ് ഇടാൻ പോകുന്നത്. നമ്മൾ ഇതിൽ നെല്ലിക്ക ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കറിവേപ്പില, അങ്ങനെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. നമ്മുടെ മുടി നന്നായിട്ടും ഈ ഒരു വിൻ്ററിൽ നമുക്ക് ഈ ഭയങ്കരമായിട്ടും ഡ്രൈ ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു ടൈമിൽ നന്നായിട്ടും സ്മൂത്തനിങ് പാക്കുകളാണ് ഇടേണ്ടത്. ഒരിക്കലും നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ മുടി ഒന്നും കൂടി ഡ്രൈ ആവുന്ന പാക്കുകൾ നമ്മൾ ഈ ഒരു ടൈമിൽ ഇടാൻ പാടില്ല. പിന്നെ നിങ്ങൾ ഏതൊരു പാക്ക് ഇട്ടാലും നിങ്ങൾ അതിൽ ഈ നാളികേരപ്പാലും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നാളികേരപ്പാൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തൈര് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വിൻ്ററിൽ പറ്റിയ ഒരു സാധനം നമ്മുടെ അലോവേരയാണ്. നിങ്ങളുടെ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ അത് നന്നായിട്ടും ഒരു പേസ്റ്റ് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ നമുക്ക് കൂളി കഴിഞ്ഞതിന് ശേഷം ആയാലും നമുക്കൊരു സെറം പോലെ ആയാലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ നന്നായിട്ട് ഒരു ഡ്രൈ ഹെയർ ആണെങ്കിൽ ഇപ്പോൾ പ്രത്യേകം നമ്മൾ നന്നായിട്ടും ഡ്രൈനെസ്സിനുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സെറം നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ കുളി കഴിഞ്ഞു കഴിഞ്ഞാൽ സെറം മറക്കാതെ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ, ഓൾറെഡി ഞാൻ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് മോയ്സ്ചറൈസർ, ഞാൻ വീണ്ടും നല്ല നല്ല മോയ്സ്ചറൈസർ ഇനിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസറും കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു രണ്ട് കാര്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി അധികം ഡ്രൈ ആവില്ല. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കൂടുതലായിട്ട് സ്പ്ലിറ്റൻസ് അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ നിങ്ങൾ വീക്ക്ലി ഒരു ഡെയിലി ബേസിസിൽ കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരു വീക്ക്ലി ഒരു 4 times 5 times ആക്കിയിട്ട് അത് കുറയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ ഇടവിട്ട ദിവസങ്ങളിലാണ് കുളിക്കുന്നതെങ്കിൽ അങ്ങനെ കുളിക്കുക കേട്ടോ. അപ്പോൾ ഇടവിട്ട ദിവസങ്ങളിൽ കുളിക്കുക, അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ കുളിക്കുക, അതായിരിക്കും ഈ ഒരു ടൈമിൽ നന്നായിരിക്കുക. പിന്നെ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ടൈമിൽ നന്നായിട്ടും വ്യക്തമായിട്ട് മുടി കെട്ടി വെക്കരുത്. മുടിക്കായ് വരും, ഡാൻഡ്രഫ് വരും, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുടിയിൽ വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മുടി ഒഴിച്ചിൽ നന്നായിട്ട് ഈ പൊട്ടിപ്പോവാനുള്ള സാധ്യതകളൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഭയങ്കര ഈ ഒരു ഉലുവയൊക്കെ ആകുമ്പോൾ നമ്മൾ പൊടിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്ര കുഴപ്പമില്ല. നമ്മൾ ഉലുവയൊക്കെ ആകുമ്പോൾ പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കാം കേട്ടോ. നന്നായിട്ടും ഈ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് അത്ര കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള പാക്കുകളിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നീര് മാത്രം യൂസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി ഞാനിപ്പോൾ നീര് മാത്രമുള്ള കാര്യങ്ങളാണ് ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ തുടക്കത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പാക്ക് ഇടാം. അതിനുശേഷം നമുക്ക് ഇനി നീര് മാത്രമുള്ള പാക്കുകളാണ് ഞാൻ ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഈ ഒരു മഞ്ഞുകാലം കഴിയുന്ന വരെ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ മുടി നമുക്ക് പെട്ടെന്ന് നമ്മുടെ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേഗം തന്നെ ഇത് ഇപ്പോൾ ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടാക്കണ്ടേ നോക്കാം. നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കും, ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ വേഗം വളരാനും ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ താഴെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നെല്ലിക്കാപ്പൊടിയാണ്, നെല്ലിക്കാപ്പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇത് നമ്മുടെ കറിവേപ്പിലയാണ് കേട്ടോ. ഉണക്കി പൊടിച്ച് വെച്ചതാണ്, വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഓൺലൈനിലും നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിലും ഒക്കെ അവൈലബിൾ ആണ് ഈ പൊടികളൊക്കെ. ഇനി ഞാൻ നമ്മുടെ ഉലുവ പൊടിച്ചതാണ്, ഇതും ഞാൻ വീട്ടിൽ പൊടിച്ച് തന്നെയാണ്. ഇത് 3 നമുക്ക് മെയിനായിട്ട് വേണ്ടത് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായിട്ടും ഇത് 3 മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഭൃംഗരാജിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭൃംഗരാജിൻ്റെ പൊടിയും ഇതിലോട്ട് ചേർക്കാം കേട്ടോ, അതും നല്ലതാണ്. ഞാനും ഭൃംഗരാജ് ശരിക്കും ഡയറക്റ്റായിട്ട് പൊടിയല്ല, നീരാണ് യൂസ് ചെയ്യാറ്. അത് ചതച്ചിട്ട് അതിൻ്റെ നീരാണ് തേക്കാറ്. അപ്പോൾ പൊടി നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ആ ഒരു പൊടിയും കൂടി ഇതിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് തൈരും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ തന്നെയാണ് തൈര് എടുത്തിട്ടുള്ളൂ. തൈര് നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും ഡ്രൈനെസ് ഒക്കെ മാറാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും തൈര്. അപ്പോൾ ഈ ഒരു സീസണിൽ നമ്മൾ പ്രത്യേകിച്ചും തൈര്, വേണമെങ്കിൽ പാല്, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ തലയിൽ. അപ്പോൾ തൈരും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നാളികേരപ്പാലാണ്. നാളികേരപ്പാൽ അധികം വെള്ളം ചേർക്കാതെ കുറച്ച് കട്ടിയിൽ തന്നെ നിങ്ങൾ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് നാളികേരത്തിൻ്റെ കൂടെ നിങ്ങളുടെ കയ്യിൽ ചെമ്പരത്തിയുടെ പൂവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിയുടെ പൂവും ഈ ഒരു നാളികേരപ്പാലും ഒരുമിച്ചിട്ട് അടിച്ചിട്ട് ആ ഒരു പേസ്റ്റ്, അപ്പോൾ ആ ഒരു നാളികേര വെള്ളമല്ല, നാളികേര പാല് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെമ്പരത്തിയും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ മുടി കുറച്ചും കൂടി സോഫ്റ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഒരുപാട് ഇതിൽ ചെമ്പരത്തിയുടെ പൂവിൻ്റെ കുറിച്ചിട്ടുള്ള സെറവും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെമ്പരത്തി പൂവ് ഇപ്പോൾ ഇതിൽ ഇടാൻ കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂവ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇടുക.
അപ്പോൾ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചൊരു ശരിക്കും നല്ലൊരു നന്നായിട്ടും ഈ നാളികേരപ്പാൽ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അത്യാവശ്യം നമുക്ക് നാളികേരപ്പാൽ ജസ്റ്റ് മിക്സ് ചെയ്ത് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിത് മൊത്തം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് അത് ശരിക്കും ഒന്ന് സോക്ക് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഉലുവയുടെ പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ അത് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. വേണമെങ്കിൽ എന്താ വെച്ചാൽ കുറച്ചൊരു അരമണിക്കൂർ നമ്മൾ ഇത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു കട്ടിയും, അപ്പോൾ കുറച്ചും കൂടി ഒരു വെള്ളം പോലെ ആക്കിയിട്ട് നിങ്ങൾ ഇത് എടുത്ത് വെക്കുക. അപ്പോൾ പിന്നെ നമ്മൾ ഒരു അരമണിക്കൂർ ശേഷം എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓയിലൊക്കെ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മുടെ പാക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ തേച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് രാവിലെ ഓയിൽ തേച്ചാൽ എപ്പോഴായാലും നിങ്ങൾക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പാക്ക് എന്ന് പറയുമ്പോൾ നന്നായിട്ട് മുടി നന്നായിട്ട് സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു പാക്കാണ്. നമ്മൾ അടിപൊളി സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുടി എപ്പോഴും നന്നായിട്ട് ചിക്കോർത്തിട്ട് ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. ചെടകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ വലിയ ഒരു ഞാൻ ഈ ഒരു ചീപ്പ് വെച്ചിട്ടൊക്കെ ഈരിയിട്ടാണ് ഞാനിപ്പോൾ മുടി നന്നായിട്ടും എണ്ണ തേച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യാം. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മുടെ മുടി നന്നായിട്ട് ഡ്രൈ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഡ്രൈ ആവാതിരിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് ശരിക്കും ഈ ഒരു നെല്ലിക്കൊക്കെ നല്ലതാണ്, മുടി വളർച്ചയ്ക്കൊക്കെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ടും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഒരു 45 മിനിറ്റെങ്കിലും നിങ്ങൾ മുടിയിൽ വെച്ചിരിക്കണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ടും ആദ്യം തന്നെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എണ്ണ യൂസ് ചെയ്യുമ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എണ്ണയിൽ ഫ്ലാക്സ് സീഡിന്റെ ജെല്ല് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ വളരെ റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ശരിക്കും നല്ല റിസൾട്ട് ഉള്ള ഒരു ഓയിലിംഗ് ആണ്. അങ്ങനെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുള്ള ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈനെസ്സും കുറച്ച് കുറഞ്ഞു കിട്ടും. അപ്പൊ ഞാൻ പാക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഇത് വാഷ് ചെയ്ത് കളയാറുള്ളൂ. നിങ്ങൾക്ക് നീരിളക്കം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും ഇത് വെച്ചിരിക്കുക. അതിനുശേഷം മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും അത്ര സ്മെല്ലൊന്നും ഇല്ലാത്തൊരു പാക്ക് ആയതുകൊണ്ട് നമുക്ക് നോർമൽ വാട്ടറിലായാലും വാഷ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഷാമ്പു ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ആയാലും യൂസ് ചെയ്യാം. അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെയായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് രീതിയിലും യൂസ് ചെയ്യാം. പിന്നെ കണ്ടീഷണറും ആയാലും യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ എന്തായാലും മാറും. അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് അപ്പൊ ഞാനിത് ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷം മാത്രമാണ് ഇത് വാഷ് ചെയ്ത് കളയാറുള്ളൂ. നിങ്ങൾക്ക് നീരിളക്കം അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും ഇത് വെച്ചിരിക്കുക. അതിനുശേഷം മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും അത്ര സ്മെല്ലൊന്നും ഇല്ലാത്തൊരു പാക്ക് ആയതുകൊണ്ട് നമുക്ക് നോർമൽ വാട്ടറിലായാലും വാഷ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഷാമ്പു ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ആയാലും യൂസ് ചെയ്യാം. അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ അങ്ങനെയായാലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏത് രീതിയിലും യൂസ് ചെയ്യാം. പിന്നെ കണ്ടീഷണറും ആയാലും യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കൊഴിച്ചിൽ എന്തായാലും മാറും. അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്